ഗൈസ് എനിക്കറിയാം ഇതായിരുന്നു ഏറ്റവും പാടുള്ളൊരു ടാസ്ക്. ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് ഫുള്ള് കണ്ടോ, ഈ ട്രാഫിക് കണ്ടോ ഗൈസ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ ഡെലിവറിയാണ് ഏറ്റവും പാടുള്ളൊരു കാര്യം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ജോലിയുണ്ട്. സാധാരണ ഇന്നലെ എനിക്കില്ലായിരുന്നു, അത് കാരണം ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തിയും മീൻകറിയും കഴിച്ച് തുടങ്ങി ഗൈസ്. രാവിലത്തെ ക്ലൈമറ്റ് കണ്ടില്ല, പുറത്തോട്ടുള്ള കാണിച്ചില്ല ഗൈസ്. ഇത് കണ്ട്, ഇതാണ് രാവിലെ പുറത്തെ ക്ലൈമറ്റ്. വലിയ സീനില്ല, അത്യാവശ്യം മഞ്ഞുണ്ട്, എന്നാലും വലിയ രീതിയിലില്ല, കുഴപ്പമില്ല. എന്നാലും തണുപ്പുണ്ട് ഗൈസ്. ഉണ്ടല്ലേ, കുറച്ചും കൂടെ ഒക്കെ ഇനിയിപ്പം ഇത് അലിക്കണമെങ്കിൽ ഭയങ്കര സമയം. ഇത് നല്ല മഴ ഉണ്ടെങ്കിൽ അലിക്കത്തുള്ളൂ. ഇപ്പം സമയം എടുക്കും ഗൈസ്. ഇത് മഴ പെയ്ത് അതെല്ലാം മാറി വരണം, അപ്പോഴേ മഴ പോലെ തന്നെ ആവത്തുള്ളൂ. പക്ഷേ ഇത് പിന്നെ സ്നോ പെയ്യും ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ. അപ്പോൾ നമുക്കിനി ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇന്ന് നമുക്കിത് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഏത് വണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും പോലെ ഗൈസ്. 2 ഫോണുണ്ടോ? ഒരു ഫോണേ ഉള്ളൂ, ഭാഗ്യം. ഗൈസ് ഇന്ന് നമുക്ക് റാമല്ല ഗൈസ്, ഫോർഡാണ് കിട്ടിയിരിക്കുന്നത്. സീനില്ല, ഫോർഡല്ലേ, നമുക്ക് നോക്കാം ഗൈസ്. ഇതൊരു രസമാണ് ഗൈസ്, ഓരോ ദിവസം ഓരോ വണ്ടി തരുന്നോണ്ടേ അതൊരു നമുക്കൊരു ലൈക്ക് നല്ലതാണ്. എല്ലാ ദിവസവും ഒരേ വണ്ടി ഓടിക്കുമ്പോഴത്തേനും ഒരു സുഖമില്ല ഗൈസ്. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ വരും. ഇവിടെ ഉണ്ടോ ഗൈസ്, ഇവിടെ പലതരം വണ്ടികളെടുക്കുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ വെതർ കണ്ടോ ഗൈസ്, വെതർ സീൻ അടിപൊളിയാണ്. ഇന്ന് പൊളി വെതറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തണുപ്പില്ല, വലിയ ചൂടുമില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇച്ചിരി സണ്ണിയാണ്. അപ്പോൾ നമുക്കിന്ന് ഗ്ലാസ്സൊക്കെ വെച്ച് പോകാം. ഇതുണ്ടോ ഗൈസ്, അടിക്കുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എപ്പോഴും ഇങ്ങനെ വെയിലിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേങ്കിൽ ഇന്ന് വലിയ തണുപ്പില്ലാത്തതുകൊണ്ടൊരു സുഖമൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറയില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ക്യാമറ നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കി പോകേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റോപ്പ് സൈനിൽ നമ്മൾ അറിയാതെ ഇപ്പം എപ്പോഴും വണ്ടി നിർത്തേണ്ടതല്ല. അപ്പോൾ ഏതൊരു സ്റ്റോപ്പ് സൈൻ കുറച്ചിങ്ങനെ ഒന്ന് നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മൈൽ നമ്മളിങ്ങനെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ അത് ക്യാമറ ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ നമുക്കൊരു പണി കിട്ടും. അപ്പം നമുക്ക് എപ്പോഴും സേഫ് ഇങ്ങനത്തെ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് 4 മിനിറ്റ് ഉണ്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ലോഗിനൊക്കെ ചെയ്തിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്ക് എത്ര സാധനമാണ് ലോഡ് ചെയ്യാനുള്ളത്? ഇത് 2 എണ്ണേ ഉള്ളൂ ഗൈസ്. ഇത് കണ്ടിട്ട് എളുപ്പമാണെന്നാണ് തോന്നുന്നത്, പക്ഷേ ഈ റൂട്ട് അനുസരിച്ചിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനത് ലോഡ് ചെയ്യട്ടെ ഗൈസ്. ഇന്നത്തെ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ട് കാണിക്കാം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഷോക്ക് അടിക്കും. ഇതിന് ഷോക്കുണ്ട് ഗൈസ്. ഇന്നത്തെ വണ്ടിയുടെ പ്രത്യേകത ഞാൻ കാണിച്ചേ എന്താ ഗൈസ്. ഇത് നമ്മൾ ഈ 2 വയറോട് മുട്ടിച്ചാൽ ഇതിൻ്റെ ലൈറ്റ് എത്തുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. കമോൺ, ഇവിടെ ഗ്ലൗസ് ഊരിട്ട് തന്നെ നോക്കാം ഗൈസ്. എന്താ വഴിയില്ല ഗൈസ്. ഇതുണ്ടോ, ഇത് 2 മുട്ടിക്കഴിഞ്ഞത് ലൈറ്റ് ആണോ, അല്ലെങ്കിൽ തോന്നാത്തില്ല ഗൈസ്. ഓരോ പരിപാടികളെ ഗൈസ്. ഇന്ന് ഗ്ലൗസ് വേണ്ട, തണുപ്പില്ല ഗൈസ്. തണുപ്പുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ പോരെ. തണുപ്പില്ലാത്തപ്പോൾ നമ്മൾ എന്തിനാ ഗ്ലൗസ് ഇടണം? ഒന്നാമത് ചൂടെടുക്കുക. ഇന്ന് ഇതൊരു വൃത്തികെട്ട ക്ലൈമറ്റാണ് ഗൈസ്. ഭയങ്കര ചൂടെടുക്കുന്നു, ഭയങ്കര ആവി എടുക്കുക ഗൈസ്. സാധാരണ ഇത്രയും സീനില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. ഇപ്പോൾ ഇവിടെ എല്ലാവരും കുറേ പേരൊക്കെ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഞാൻ നോക്കിയായിരുന്നു ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന്. പക്ഷേ എല്ലാവർക്കും ഓരോരുത്തർ വെച്ച് ഹെൽപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 45 മിനിറ്റ് ഉണ്ട് ഗൈസ് നമുക്ക് ആദ്യത്തെ ലൊക്കേഷനിലോട്ടെ. അതൊരു ലാഗാണ്. ഇനി അങ്ങ് വരെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വെറുതെ അങ്ങ് വരെ ഓടിക്കുന്നതിന് പൈസ എടുത്തിട്ട് ഇപ്പം സീനില്ല. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്നാൽ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇത് കണ്ടല്ലേ ഗൈസ്, ഇവിടുത്തെ സിറ്റി ഉണ്ടോ ഗൈസ്? ഒരു സിറ്റി വൈബിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേ നേരം ഗൈസ് യാത്ര തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഏതോ ഒരു ഗുദാമിലോട്ടാണ് നമ്മൾ പോകുന്നതെന്നാണ് തോന്നുന്നത്. അടുത്തൊന്നും അല്ല, നല്ല ദൂരം കുറേ ഇപ്പോൾ വന്നു. 10-60 കിലോമീറ്റർ വന്നിട്ടുണ്ട് ഗൈസ്. ഇതുവരെയായിട്ട് സ്ഥലം എത്തിയിട്ടില്ല ഗൈസ്. ഒരു ഫുള്ളൊരു സിറ്റി, നല്ല പക്കാ സിറ്റിയാണിത്. ഏത് സിറ്റിയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഗൈസ് നമുക്ക് എത്തിയിട്ട് കാണാം.
അവിടെ കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ അതൊക്കെ പോയി ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു സ്റ്റാർബക്സിലോട്ട് പോകുന്നു. സ്റ്റാർബക്സ് ഇവിടെ അടുത്തുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള കോഫി നമുക്ക് എടുക്കാൻ പറ്റും. ഒരു മാസം ഇത്ര കോഫി ഉണ്ട് നമുക്ക് ഫ്രീ. എനിക്കൊന്ന് 10-15 എങ്ങാണ്ട് കോഫി ഫ്രീ ആണ്. ഞാൻ അതിൻ്റെ 4-5 കുടിച്ചിട്ടുള്ളൂ. അപ്പം അത് 25-ാം തീയതി ആകുമ്പോഴത്തേനും അത് എന്തോ കഴിയും. അടുത്ത മാസം ഈ സ്റ്റാർബക്സ് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഞാൻ എൻ്റെ ഫസ്റ്റ് മന്ത് ആയതുകൊണ്ട് അടുത്ത മാസം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഗൈസ് ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, ഫുള്ള് തിരക്കാണ്. ഇപ്പം എപ്പോഴും ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ നേരെ സ്റ്റാർബക്സിലോട്ട് പോയിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വന്ന ഡ്രിങ്ക്. കണ്ടില്ലേ, ഇത് ഫ്രീ ആയിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇതൊരു പോക്കറ്റാണ്, ചിക്കൻ പോക്കറ്റ് ഇതിന്. അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇവിടുത്തെ എനിക്ക് ചായ മാത്രമേ ഇഷ്ടമുള്ളൂ ശരിക്കും. ഇത് കോഫിയാണ്, ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ചായ അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഒരു ജിഞ്ചർ ചായ ഉണ്ട്, അത് സീന. ഇവിടുത്തെ പോക്കറ്റ് നല്ലതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് കഴിയുമ്പോൾ കാണാം ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, ഇത് നമുക്ക് പോസ്റ്റ് ഓഫീസിലാണ് ഇപ്പം നമ്മൾ വന്നേക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ കൊണ്ട് അല്ല ഉച്ചയ്ക്ക് കൊണ്ട് നമുക്ക് ബിസിനസ്സുകളെല്ലാം തീർക്കണം. ലൈക്ക് ഇത് 5 മണിയാകുമ്പോൾ അടയ്ക്കത്തില്ല, അതിന് കൊടുക്കണം ഗൈസ്. ഇത് ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ സൈബർ ട്രക്ക് കണ്ടത്. ഗൈസ് എന്തൊരു സാധനമല്ലേ ഇത് ഗൈസ്, പൊളിക്കാനല്ലേ. ഭയങ്കര അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതൊരു സീൻ വണ്ടിയാണ്. നൈസ് ഗൈസ്, ഇത് നൈസ് വണ്ടിയല്ലേ ഗൈസ്. ഓണാക്കുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ടല്ലേ. ഗൈസ് എനിക്കറിയാം ഇതായിരുന്നു ഏറ്റവും പാടുള്ളൊരു ടാസ്ക്. ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് ഫുള്ള് കണ്ടോ, ഈ ട്രാഫിക് കണ്ടോ ഗൈസ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കുള്ള നമ്മുടെ ഡെലിവറിയാണ് ഏറ്റവും പാടുള്ളൊരു കാര്യം. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പേസ് നിർത്തിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ കുറേ ടാസ്ക് വരും ഗൈസ്. ഇത് കണ്ട് ഇങ്ങനത്തെ ഈ റോഡ് സൈഡുള്ള വീടുകൾ ഭയങ്കര പാടാണ് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ കുറേ വണ്ടിയുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പെട്ടും അതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗിയർ മാറി വരുന്നുണ്ട് ഗൈസ്. മുഞ്ചി. ഗൈസ് നമുക്ക് തിരിച്ചായിരുന്നു പോകേണ്ടത് ഗൈസ്. എനിക്കറിയാമായിരുന്നു ഇങ്ങനത്തെ ഒരു വഴി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അത് എന്താ വരാത്തേന്ന് ഓർത്തിരിക്കുമായിരുന്നു ഗൈസ്. കറക്റ്റായിട്ടത് വന്നു. ഇവിടെ എടുത്തിരിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ആ വഴി ഭയങ്കര തിരക്കാണ്. അതെനിക്ക് ഈയിടയ്ക്കും കിട്ടിയത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഗൈസ് പക്ഷേ ഇന്ന് നമുക്ക് വീടുകൾ കുറവാണ്, അത് കാരണം നമുക്ക് കുഴപ്പമില്ല. അല്ലെ ഏകദേശം തീരാനായി, 25 സ്റ്റോപ്പുകളും കണ്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ വഴികൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ഒരു സൗണ്ട് കേട്ടോ ഗൈസ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ സൗണ്ട്. വേറെ വണ്ടികൾക്കൊന്നും മിക്കതിനും ഇല്ലിത്, ഈ ഒരു വണ്ടിക്ക് ഉള്ളെന്ന് തോന്നുന്നു ഈ സൗണ്ട്. ഒരുമാതിരി എല്ലാവരും അറിയിക്കും നമ്മൾ റിവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്, എന്നിട്ട് കാണാം ഗൈസ്. ഇന്നിപ്പം നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഗൈസ്, ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കുന്നത് ഇവിടെയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, കണ്ടോ ഗൈസ്. ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുക. പോവുക, ഇത് തന്നെയാണ് നമ്മുടെ പരിപാടിയുള്ളൂ. എല്ലാ ദിവസവും സെയിം പരിപാടി തന്നെ. ഇത്രയുള്ള പരിപാടി. ഇനി വാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇറങ്ങിയാൽ മതി.
ഫ്രണ്ടിലുള്ള വണ്ടിക്കാർ പോയി കഴിഞ്ഞാൽ നമുക്കും പോവാം. ആളിട്ട് തീർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. അതെ, ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ഇന്നത്തെ പരിപാടികൾ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ, പൊളിയല്ലേ? ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് പുറത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഗായ്സ് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.